അലീനയെ സത്യമറിയിച്ച് ബാലചന്ദ്രൻ. അതായത് സ്റ്റാലിൻ ആരാണെന്ന് അലീനയെ ബാലചന്ദ്രൻ അറിയിക്കുകയാണ് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ തുടക്കം തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഏതായാലും ഈ രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് എന്ന്. കൂടാതെ ഇനി സമയം കളയേണ്ടതില്ല, നമുക്ക് പോകാമെന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയം ബാലചന്ദ്രൻ പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ അലീനയാണെങ്കിൽ കൃഷ്ണമോളോട് വൈകാരികമായി തന്നെ യാത്ര പറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃഷ്ണമോളെ, ചേച്ചി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോളെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയം കൃഷ്ണമോളാണെങ്കിൽ വളരെയധികം പൊട്ടിക്കരയുകയാണ്. ചേച്ചി എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കരയുന്നത് എന്ന് കാണാം. അലീനയ്ക്ക് പറയാൻ വാക്കുകളുമില്ല എന്ന് കാണാം. കൂടാതെ രോഹിത്തിനോട് പറയുന്നുണ്ട്, ചേച്ചി പോവുകയാണ്, നീ നിൻ്റെ 2 സഹോദരികളെയും നല്ല രീതിയിൽ തന്നെ നോക്കണം, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ നീ നോക്കണം. നിന്നോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, കാരണം നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ് നല്ല രീതിയിൽ നല്ല മാർഗത്തിലേ സഞ്ചരിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയും വിശ്വാസവും തകരാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മുടെ അലീന രോഹിത്തിനോട് പറയുന്നു. ബബിതയോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ബബിത മുറിയിലേക്ക് പോയി വാതിലടയ്ക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അലീന പടിയിറങ്ങുകയാണ് മെല്ലെ. ഇതേസമയം അലീനയ്ക്ക് വേർപിരിഞ്ഞ് വരാനായിട്ട് കഴിയുന്നില്ല. ബബിത എവിടെയാണ് എന്ന് അലീന കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് ബബിതയെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ തനിക്ക് വരാൻ സാധിക്കില്ല എന്ന് ബബിത പൊട്ടിത്തെറിച്ചുകൊണ്ട് കൃഷ്ണമോളോട് പറയുമ്പോൾ അലീന സങ്കടപ്പെടുകയാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അവൾ വരാനായിട്ട് പോകുന്നൊന്നുമില്ല, അധികം ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുന്നു. അതുതന്നെയാണ് കൃഷ്ണമോള് വന്ന് പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ വന്നില്ലേലും സാരമില്ല, നമുക്ക് പോകാം, അധികം വൈകി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അലീന നിറകണ്ണുകളുടെ കാറിൽ കയറി ബാലചന്ദ്രൻ്റെ കൂടെ പോവുകയാണ്. ഇതേ സമയം രോഹിത്, കൃഷ്ണമോളും ബബിതയും ഒരേ സമയം പൊട്ടിക്കരയുകയാണ്. പല സ്ഥലങ്ങളിലായി എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബബിത നിറകണ്ണുകളുമായി വിതുമ്പിക്കരയുകയാണ്. ഇവിടെയാണെങ്കിൽ അലീന കാറിൽ സഞ്ചരിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ്, എന്തിൻ്റെ പേരിലാണ് മോളെ നീ തീരുമാനമെടുത്തത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്ത് നേട്ടമാണ് ഈ തീരുമാനം കൊണ്ട് ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അതായത് ഈ തീരുമാനം കൊണ്ട് എന്തെങ്കിലും നല്ലത് സംഭവിച്ചോ എന്നാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നതിൻ്റെ സാരം. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമൊന്നുമല്ല, നിൻ്റെ തീരുമാനമാണത്. എന്നിട്ട് നീ എന്തിനാണ് ഇത്രമാത്രം സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീന പറയുകയാണ്, അച്ഛൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, എൻ്റെ തീരുമാനമാണ് വീട് വിട്ട് ഇറങ്ങി വരാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ കാരണം അവരുടെ അമ്മയെ നഷ്ടപ്പെടും, അത് പാടില്ല, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പടിയിറങ്ങിയത് എന്ന് പറയുന്നു. കൂടാതെ അച്ഛനും അറിയാമല്ലോ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം. സന്തോഷമായി നിങ്ങൾ ജീവിക്കണം, അത്രമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുമ്പോൾ, മോളെ അത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇതേ സമയം എന്ത് പറയണമെന്നറിയാതെ അലീന നിൽക്കുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു
നിങ്ങളുടെ കൂടെ ഒരേ വീട്ടിൽ സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് താമസിക്കണമെന്ന്. പക്ഷെ അത് വെറും എൻ്റെ ആഗ്രഹവും സ്വപ്നവും മോഹവും മാത്രമായിരുന്നു. അതൊരിക്കലും സംഭവിക്കാനോ നടപ്പിലാകാനോ തുടങ്ങാനോ പോകാത്ത ഒരു കാര്യമാണെന്ന് പതിയെ ഞാൻ തിരിച്ചറിയുകയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതേ സമയം ബാലചന്ദ്രൻ വിതുമ്പി കരയാൻ തുടങ്ങുകയാണ്. കൂടാതെ അലീന പറഞ്ഞു വെക്കുന്നുണ്ട്, അച്ഛൻ ഓരോ തവണ എന്നെ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ, അത് പറയാനും പ്രകടിപ്പിക്കാനും വാക്കുകളില്ലച്ച എന്ന് പറഞ്ഞു വെക്കുന്നു. എൻ്റെ മനസ്സിൽ അച്ഛന് വലിയ സ്ഥാനമാണുള്ളത്, അത് അച്ഛന് അറിയാവുന്നതല്ലേ എന്ന് നമ്മുടെ അലീന ചോദിക്കുകയാണ്, പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ മോളെ, നിന്നെ എനിക്ക് മനസ്സിലാകും. നിന്നെ ഞാൻ അതുകൊണ്ട് തന്നെയല്ലേ നീ എൻ്റെ മാനസപുത്രിയാണെന്ന് ബബിത പറയുന്നത്. ഞാൻ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു മകൾ എന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു നമ്മുടെ അലീന. കൂടാതെ നമ്മുടെ അലീനയോട് കണ്ണുകൾ തുടയ്ക്കാനായിട്ട് പറയുന്നു. തുടർന്ന് നമ്മുടെ അലീനയോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മെല്ലെ ബാലചന്ദ്രൻ അലീനയോട് മനസ്സ് തുറന്ന് ആ കാര്യം വെളിപ്പെടുത്താനായിട്ടൊരുങ്ങുന്നു. കാറ് സൈഡിൽ നിർത്തിയിട്ട് ബാലചന്ദ്രൻ തുടരുകയാണ്. കൊളത്തൂപ്പുഴ നീ പോകുന്ന സ്ഥലം എവിടെയാണ്, ആരാണത് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു. അച്ഛനല്ലേ പറഞ്ഞത് അതൊരു പ്ലാന്ററാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ അത് പ്ലാന്റർ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നീ പോകാൻ പോകുന്നത് നീ ഒരുപാട് ആഗ്രഹിച്ച നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ വെളിപ്പെടുത്തുമ്പോൾ അലീന നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നതാണോ, അതോ അച്ഛൻ മുൻകൈയെടുത്ത് കണ്ടുപിടിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. ഒടുവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്നെ സ്വീകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. ഒടുവിൽ അയാൾ നിന്നെ മകളായി അംഗീകരിക്കാൻ, നിന്നെ മകളായി സമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീന ഞെട്ടി നിൽക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ബാലചന്ദ്രൻ അങ്ങനെയാണല്ലോ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുന്നത്. അലീന വിശ്വസിക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും ശ്രദ്ധിക്കണേ.